കെ.പി.സി.സി അധ്യക്ഷൻ കെ. സുധാകരൻ എം.പിയുടെ വീട്ടുപറമ്പിൽ നിന്നും കൂടോത്ര അവശിഷ്ടങ്ങൾ കണ്ടെടുക്കുന്ന വീഡിയോയിൽ പ്രതികരിക്കാതെ രാജ്മോഹൻ ഉണ്ണിത്താൻ. വീഡിയോയുടെ ഉറവിടം വെളിപ്പെടുത്തിയാൽ താൻ എല്ലാം വിശദീകരിക്കാമെന്ന നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത്. ആരാണ് വീഡിയോ തന്നതെന്ന് പറഞ്ഞാൽ സകല കാര്യങ്ങളും വിശദീകരിക്കാം. നിങ്ങൾക്ക് ഈ സാധനം എവിടുന്ന് കിട്ടിയെന്ന് പറയൂ, അല്ലെങ്കിൽ കമ എന്ന് മിണ്ടരുത് എന്നായിരുന്നു ഉണ്ണിത്താന്റെ പ്രതികരണം. പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ ജീവിതത്തിൽ ഒരിക്കലും പിൻവലിച്ചിട്ടില്ലെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു. കെ.പി.സി.സി അധ്യക്ഷൻ കെ. സുധാകരന്റെ വീട്ടിൽ നിന്ന് കൂടോത്ര അവശിഷ്ടങ്ങൾ പുറത്തെടുക്കുന്ന 1.5 വർഷം മുൻപുള്ള വീഡിയോ കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത്. ഇത്രയും ചെയ്തിട്ടും താൻ ബാക്കിയുണ്ടല്ലോ എന്ന് സുധാകരൻ ഉണ്ണിത്താനോട് പറയുന്നത് വീഡിയോയിൽ കേൾക്കാം. തനിക്ക് കൂടോത്രത്തിൽ വിശ്വാസമുണ്ടെന്നും സൂക്ഷിക്കണമെന്നും ഉണ്ണിത്താൻ നിർദ്ദേശം നൽകുന്നുണ്ട്. കണ്ണ്, കൈകൾ, കാലുകൾ, ആൾരൂപം, ശൂലങ്ങൾ, ലിഖിതമുള്ള ചെമ്പ് തകിടുകൾ, വെള്ളക്കല്ലുകൾ എന്നിവ എവിടെ കണ്ടാലും സൂക്ഷിക്കണം. വി.എം. സുധീരനും കെ. സുധാകരനും ബാലകൃഷ്ണ പരിയയുമാണ് കൂടോത്രത്തിന് ഇരയായത് വെളിപ്പെടുത്തിയ കോൺഗ്രസ് നേതാക്കൾ. 3 വിവാദങ്ങളിൽ രാജ്മോഹൻ ഉണ്ണിത്താന്റെ സാന്നിധ്യമുണ്ട്. കെ.പി.സി.സിയിലെ പഴയൊരു ജീവനക്കാരന് നേരെയാണ് സുധാകരന്റെ വീട്ടിലെ കൂടോത്ര സംശയം നീളുന്നതത്രേ. ഇതുവരെ സ്ഥിരീകരിക്കാത്ത മുൻ കെ.പി.സി.സി അധ്യക്ഷനും കൂടോത്രത്തിന്റെ ഇരയായിട്ടുണ്ട് എന്നതാണ് മറ്റൊരു അടക്കം പറച്ചിൽ. 6 വർഷം മുൻപ് 2018 മുൻ കെ.പി.സി.സി അധ്യക്ഷൻ വി.എം. സുധീരന്റെ വീടിന് നേരെ കൂടോത്രം നടന്നു. അന്ന് ഈ കൂടോത്രം കണ്ടുപിടിക്കാൻ മുന്നിൽ നിന്നത് സുധാകരന്റെ വീട്ടിലെത്തിയ രാജ്മോഹൻ ഉണ്ണിത്താനാണെന്ന് സുധീരനുമായി അടുപ്പമുള്ളവർ പറയുന്നു. മന്ത്രവാദിയുമായി എത്തിയാണ് സുധീരന്റെ വീട്ടിലെ കൂടോത്രം ഉണ്ണിത്താൻ കണ്ടെത്തിയത്. കെ.പി.സി.സി അധ്യക്ഷ സ്ഥാനത്തു നിന്നും സുധീരൻ പടിയിറങ്ങിയതിന് പിന്നാലെയായിരുന്നു സംഭവം. കോൺഗ്രസ് ഗ്രൂപ്പിസത്തിന് നേരെയായിരുന്നു ആരോപണം. തിരുവനന്തപുരത്തെ ഗൗരീശപട്ടത്ത് സുധീരന്റെ വീട്ടിൽ ഭാര്യ പരിപാലിക്കുന്ന വിശാലമായ പൂന്തോട്ടമുണ്ട്. ഇതിനോട് ചേർന്നുള്ള വാഴയുടെ ചുവട്ടിൽ നിന്നാണ് കൂടോത്ര വസ്തുക്കൾ കണ്ടെത്തിയത്. 8 തവണ കൂടോത്രം നടന്നിട്ടും സുധീരൻ പുറത്തു പറഞ്ഞില്ല. ഭർത്താവും ഭാര്യയും അടുത്ത് അറിയാവുന്നവരും ഉള്ളിലൊതുക്കി. 9ാം തവണയും കൂടോത്ര ഉപകരണങ്ങൾ കണ്ടെടുത്തതോടെയാണ് സഹികെട്ട് ഇക്കാര്യം സുധീരൻ എല്ലാം തുറന്നു പറഞ്ഞത്. ഇതോടെ സുധീരന്റെ വീട്ടിലെ കൂടോത്രവും നിന്നു. കെ.പി.സി.സി ഓഫീസിൽ ഉദ്യോഗസ്ഥനായിരുന്ന വ്യക്തിയെ പല നേതാക്കളും സംശയിക്കുന്നുണ്ട്. അടുത്ത കാലത്ത് ഇയാളെ ഓഫീസിൽ നിന്ന് പുറത്താക്കിയിരുന്നു. ഇയാൾ ഒറ്റയ്ക്കാണോ, പിന്നിൽ ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ നേതാക്കൾക്ക് സംശയമുണ്ട്. എന്നാൽ ഇയാൾ ഇതിന് പിന്നിലുണ്ടോ എന്ന കാര്യം ഉറപ്പിക്കാൻ സാധിക്കുന്നില്ല. കെ.പി.സി.സി ഓഫീസ് അടക്കി ഭരിച്ചിരുന്ന ഇയാളെ സുധീരൻ അധ്യക്ഷ സ്ഥാനത്തെത്തിയതോടെ മൂലക്കിരുത്തി. സുധാകരന്റെ വീട്ടിൽ നിറയെ CCTV ക്യാമറകളുണ്ട്. പോരാത്തതിന് നല്ല നായ്ക്കളും. ഇതെല്ലാം അവഗണിച്ചാണ് ആരാണ് കൂടോത്രം കൊണ്ടിട്ടതെന്ന ചർച്ച കോൺഗ്രസിൽ കൂട്ടച്ചിരിയാണ് ഉണ്ടാക്കുന്നത്. എന്തായാലും സുധാകരൻ പറയുന്നത് തനിക്ക് ഇതിലൊന്നും ഭയമില്ല എന്ന് തന്നെയാണ്. അതേസമയം ഇതുവരെ പ്രതികരിക്കാതെ രംഗത്തെത്തുകയായിരുന്നു രാജ്മോഹൻ ഉണ്ണിത്താൻ. ഇത് നിങ്ങൾക്ക് തന്നത് ആരാണെന്ന് പറഞ്ഞാൽ മാത്രമേ കൂടുതൽ കാര്യങ്ങൾ പറയാനാകൂ എന്നാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞിരിക്കുന്നത്.